കൊടുങ്ങല്ലൂരിൽ ഗ്രൂപ്പ് യോഗങ്ങൾ തകൃതി. എ ഗ്രൂപ്പ് കൂട്ടത്തോടെ കെ.സി. പക്ഷത്തേക്കെന്ന് സൂചന. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കോൺഗ്രസിൽ എ ഗ്രൂപ്പായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഐ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എ ഗ്രൂപ്പിന്റെ അതിപ്രസരമാണ് ഉണ്ടായിരുന്നത്. കെ.സി. വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽ DCC ജനറൽ സെക്രട്ടറി VM മുഹീദ്ദീൻ, PV രമണൻ, AR ബൈജു, സനിൽ സത്യൻ മാത്രമാണ് കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നത്. കെ.സി. പക്ഷത്തെ OJ ജിനീഷ് ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്തതോടെയാണ് ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങിയത്. കെ.സി. വേണുഗോപാൽ പാർട്ടിയിൽ പിടിമുറുക്കിയതോടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പക്ഷം മാറുകയെ നിവൃത്തിയുള്ളൂവെന്ന തോന്നലാണ് DCC ഭാരവാഹിയടക്കം എ ഗ്രൂപ്പ് നേതാക്കൾ കൂട്ടത്തോടെ കെ.സി. പക്ഷത്തിലെത്തിയത്. KP സുനിൽകുമാർ മാത്രമാണ് എ ഗ്രൂപ്പിൽ അവശേഷിക്കുന്നതെന്നാണ് വിവരം. KK ഗോവിന്ദൻ മാഷ്, TM ദാമോദരൻ നമ്പൂതിരിപ്പാട്, കുഞ്ഞു ബുഹാരി സാഹിബ് എന്നിവരുടെ കാലത്ത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം 4ഓളം സീറ്റുകൾ മാത്രമായിരുന്നു. അന്ന് എയും ഐയും ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും നഗരസഭയിൽ കോൺഗ്രസിന് അടിത്തറയുണ്ടായിരുന്നു. പിന്നീട് സീറ്റുകളുടെ എണ്ണം കുറയുക മാത്രമല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കിട്ടാക്കനിയായി. യുവതലമുറ നഗരസഭയിൽ കോൺഗ്രസിലേക്ക് വരാത്തതാണ് കോൺഗ്രസിന് പ്രതിസന്ധിയായത്. ഇതിനിടയിൽ K മുരളീധരൻ പക്ഷവും കൊടുങ്ങല്ലൂരിൽ രഹസ്യയോഗം ചേർന്നതായാണ് വിവരം. സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാൻ ഗ്രൂപ്പുകൾ മാറി നേതാക്കൾ സുരക്ഷിതരാകുമ്പോൾ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി നടത്തിയാൽ കോൺഗ്രസിന് കൊടുങ്ങല്ലൂരിൽ നിലനിൽപ്പുണ്ടാകും. പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ MLA OJ ജിനീഷ് മന്ത്രിയായിരിക്കുമ്പോൾ നേതാക്കൾ മനസ്സുവെച്ചാൽ കോൺഗ്രസിന്റെ പോയ പ്രതാപകാലം വീണ്ടെടുക്കാൻ കഴിയും.